ഹലോ, എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. ഈ കൊല്ലം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഏതാണ്? 1ാമത്തെ ചാപ്റ്ററാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഏത് ചാപ്റ്ററാണ്? 1ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ ഏതാന്ന് നോക്കിക്കേ, ആറ്റത്തിൻ്റെ ഘടനയാണ് കേട്ടോ. ചാപ്റ്റർ ഏതാണ്? ആറ്റത്തിൻ്റെ ഘടന. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി എന്താ പറയുന്നത് നോക്കിക്കേ. ഇത് ആറ്റം മാതൃകയാണല്ലോ. അപ്പോൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഇത് എന്ത് മാതൃകയാണല്ലോ? ആറ്റത്തിൻ്റെ മാതൃകയാണല്ലോ. അതെ, ഇത് മാത്രമല്ല, വേറെയും ആറ്റം മാതൃകകളുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? വേറെയും എന്തുണ്ട്? ആറ്റത്തിൻ്റെ മാതൃകകൾ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ചിത്രത്തിൽ വിദ്യാർത്ഥികൾ ആറ്റം മാതൃകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചുവല്ലോ. പരിചയമുള്ള പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാമോ? അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ടേബിൾ നമുക്കൊന്ന് എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഏതാടാ? പഞ്ചസാരയാണ് അല്ലേ. നിങ്ങൾ സാധാരണ കേൾക്കുന്ന ഒരു പദാർത്ഥമാണ് ഏതെന്ന് പറയുന്നത്? പഞ്ചസാര എന്ന് പറയുന്നത് അല്ലേ. പഞ്ചസാരയ്ക്ക് ഏതെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണുള്ളത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് എവിടെയുള്ളത്? പഞ്ചസാരയിലുള്ളത് അല്ലേ. ഇനി ഇതിന്റെ തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത് എത്രയാണ്? C12 H22 O11 ആണ് അല്ലേ. സി എന്ന് വെച്ചാൽ ആരായിരിക്കും? കാർബൺ ആണ്. എച്ച് എന്ന് വെച്ചാൽ ആരാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ. എച്ച് എന്ന് വെച്ചാൽ ആരാണ്? ഹൈഡ്രജൻ ആണ്. O എന്ന് വെച്ചാൽ ആരാണ്? ഓക്സിജൻ ആണ് കേട്ടോ. ഇതിന്റെ അനുപാതം വരുന്നത് എങ്ങനെയാ നോക്കിക്കേ. ഈ സിയുടെ കൂടെയുള്ള 12 ആണ് ആദ്യം കിടക്കുന്നത്. ഈസ് നെക്സ്റ്റ് അടുത്ത എച്ചിൻ്റെ കൂടെയുള്ള സംഖ്യ എത്രയാണ്? 22 ആണ്. 22 ഓയുടെ കൂടെയുള്ള സംഖ്യ എത്രയാണ്? 11 ആണ് അല്ലേ. അപ്പോൾ 12:22:11 ആണ് കേട്ടോ. അടുത്ത ഏതാണ്? ഗ്ലൂക്കോസ് ആണ് കേട്ടോ. അടുത്ത ഏതാണ്? ഗ്ലൂക്കോസ് ആണ്. നോക്കിക്കേടാ, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. കാർബൺ ഉണ്ട്, ഗ്ലൂക്കോസിൽ ആരൊക്കെ ഉണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? ഓക്സിജനുമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, C6H12 എത്രയാണ്? O6 അല്ലേ. അപ്പോൾ സിയുടെ 6ഉം അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ആദ്യം കൊടുത്തേക്കുന്ന സിൻ്റെ 6 ആണ് അല്ലേ. അപ്പോൾ 6:2 പിന്നെ അടുത്ത എത്ര കൊടുത്തേക്കുന്നത്? 12 അല്ലേ. 6, 12, 6 എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതിനെ നമുക്ക് എന്താക്കാം? നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്ര വരും? 6നെ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 1 എന്ന് കിട്ടും. 1:12നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്നത്? 2 എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത് 6നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്നത്? 1 എന്ന് കിട്ടും കേട്ടോ. അതാണ് ഇവിടെ കിടക്കുന്നത്. 1:2:1 എന്ന് കിടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കടാ, ജലം അല്ലെങ്കിൽ വാട്ടർ ആണ് അല്ലേ. അപ്പോൾ ഏതാണ്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട് അല്ലേ. ഹൈഡ്രജനും ഉണ്ട്, അതേപോലെ ആരുണ്ട്? ഓക്സിജനും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? H2O എന്നാണ് വരുന്നത്. അപ്പോൾ എന്താ വരുന്നത്? H2O എന്നാണ് വരുന്നത് അല്ലേ. അതിൻ്റെ റേഷ്യോ നോക്കിക്കേ, 2:1 ആണ്. റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2:1 എത്രയാണ്? 1 ആണ് അല്ലേ. റേഷ്യോ 2:1 എത്രയാണ്? 1 ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, H എന്ന് പറയുന്ന 2 ഉള്ളത്, ഓക്സിജൻ എത്രയാണ് ഉള്ളത്? 1. അതാണ് എന്ത് വന്നേക്കുന്നത്? 2:1 എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിപ്പോയാലോ. ഓരോ പദാർത്ഥത്തിൻ്റെ തന്മാത്രകളിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞേക്കുന്നത്, നമ്മൾ ഏതൊരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാലും ആ പദാർത്ഥത്തിലുള്ള ആരുണ്ടാവും? തന്മാത്രകൾ ഉണ്ടാവും കേട്ടോ. ആ തന്മാത്രകളുടെ ഉള്ളിലുള്ള ആറ്റങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു അനുപാതത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. നെക്സ്റ്റ് എന്താണ് തന്മാത്ര എന്ന് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഏതാ പഠിക്കുന്നത്? എന്താണ് തന്മാത്ര എന്ന് പഠിക്കുക കേട്ടോ. തന്മാത്ര എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ, അപ്പോൾ ഏത് പദാർത്ഥവും ആയിക്കോട്ടെ, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതും, എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതും സ്വതന്ത്ര അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് ഏതെന്ന് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ കണികയാണ് ഏതെന്ന് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ, വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ഈ ലോകത്ത് ആകെ ഒരു പദാർത്ഥം മാത്രമാണ് ഉള്ളത്. എന്താ പദാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പലതരം ഐറ്റംസ് അല്ലേ. ജലമായിക്കോട്ടെ, ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, അതൊക്കെ പല ടൈപ്പ് പദാർത്ഥങ്ങളാണ് അല്ലേ. അപ്പം നമുക്ക് എന്താണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ. എല്ലാ പദാർത്ഥങ്ങളും സെയിം ആയിട്ടുള്ള തന്മാത്രകളാണോ ഉള്ളത്? അല്ല അല്ലേ. തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? ഘടകമൂലകങ്ങൾ എന്തായിരിക്കും? വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. അടുത്ത എന്താണ്? ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം വ്യത്യസ്തമായിരിക്കുമല്ലോ അല്ലെ. എണ്ണത്തിന്റെ അനുപാതവും വ്യത്യസ്തമായിരിക്കുമല്ലോ. ആയിരിക്കും അല്ലേ. നമ്മൾ ഇവിടെ മുകളിൽ തന്നെ പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഘടകമൂലകങ്ങളാണുള്ളത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് പഞ്ചസാരയിലുള്ളത് അല്ലേ. അപ്പം ജലത്തിൽ ആരൊക്കെയുള്ളത് നോക്കിക്കേ? ഹൈഡ്രജനും
ഓക്സിജനുമാണ് ജലത്തിലുള്ളത്. അപ്പോൾ രണ്ടും രണ്ടല്ലേ, രണ്ട് പദാർത്ഥങ്ങളല്ലേ, അപ്പോൾ രണ്ടുപേരും രണ്ടല്ലേ, എടാ അതിൻ്റെ അനുപാതവും രണ്ടും രണ്ടല്ലേ അല്ലേ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അനുപാതവും വ്യത്യസ്തപ്പെട്ടിരിക്കും, അതേപോലെ ഓരോ തന്മാത്രയിലുള്ള ഘടക മൂലകങ്ങളും എന്തായിരിക്കും, വ്യത്യസ്തങ്ങളായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത എന്താണ്, തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ആറ്റങ്ങൾ കൊണ്ടാട്ടോടാ. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ആറ്റങ്ങൾ കൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കേൾക്കണേ, നമ്മുടെ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ആറ്റങ്ങൾ കൊണ്ടാണ്. ഇനി നെക്സ്റ്റ് അടുത്ത എന്താണ്, ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ആറ്റത്തിന് എന്താണ്, ആറ്റത്തിനേക്കാൾ, ആറ്റം തന്നെ ഭയങ്കര ചെറുതാട്ടോ, അതിനേക്കാളും ചെറിയ കണങ്ങൾ എവിടെയുണ്ട്, ആറ്റത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്, ഇലക്ട്രോൺ ഉണ്ട്. നെക്സ്റ്റ് അടുത്ത ഏതാടാ, ഇലക്ട്രോണ്, പിന്നെ ഏതാണ്, പ്രോട്ടോൺ ഉണ്ട് കേട്ടോ. ഇലക്ട്രോണ്, പ്രോട്ടോണ്, പിന്നെ ഏതാണ്, ന്യൂട്രോൺ ആണ് കേട്ടോ. പിന്നെ ഏതാണ്, ന്യൂട്രോൺ ഉണ്ട് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്കണേ, ഏതൊക്കെയാണ്, ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, പിന്നെ ഏതാണ്, ന്യൂട്രോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പഠിച്ചു നോക്കുക, ആറ്റത്തിൽ 3 കണങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്, നമ്മുടെ ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് കേട്ടോ. ഇതിനെ അറിയപ്പെടുന്നതാണ് സബ് ആറ്റോമിക കണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എന്താ അറിയപ്പെടുന്നത്, സബ് ആറ്റോമിക കണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. ഇനി ഒരു പരീക്ഷണമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഏതാണ്, ഡിസ്ചാർജ് ട്യൂബും പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തലും. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് പരീക്ഷണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1875 ഏതാണ് ഇയർ, ഏതാണ് 1875. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ആരാണ്, വില്യം ക്രൂക്സ് ആണ് അല്ലേ. ആരാണ് വില്യം ക്രൂക്സ് ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്താണ്, എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ഇരുവശത്തും ലോഹ തകിടുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ, അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഇരുവശത്തും ലോഹ തകിടുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഗ്ലാസിന്റെ ട്യൂബ് എടുത്തു ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിടുന്ന പരീക്ഷണം നടത്തി. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു, അതിന്റെ 2 സൈഡും ലോഹ തകിടുകൾ കൊണ്ട് സെറ്റാക്കി വെച്ചു. അതിനുശേഷം ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ഹൈ വോൾട്ടതയിൽ അല്ലെങ്കിൽ ഒരു ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി അദ്ദേഹം എന്ത് ചെയ്തു, കടത്തിവിട്ടു കേട്ടോ. ഉയർന്ന വോൾട്ടതയിൽ എന്ത് കടത്തിവിട്ടു എന്നാ പറയുന്നത്, വൈദ്യുതി കടത്തിവിട്ടു. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉയർന്ന വോൾട്ടത, പിന്നെന്താണ്, കാഥോഡ്, ആനോഡ്, ഡിസ്ചാർജ് ട്യൂബ്, മർദ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് താഴത്തേക്ക് എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വായുവിനൊരു ചെറിയ പ്രത്യേകത ഉണ്ട്. വായുവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ വായു സാധാരണ മർദ്ദത്തിലാണെങ്കിൽ വൈദ്യുതി കടത്തിവിടില്ല. സാധാരണ മർദ്ദത്തിലാണെങ്കിൽ ആരെ കടത്തിവിടില്ല, വൈദ്യുതി. ഇത് അവിടെ കിടപ്പുണ്ട് കേട്ടോ. സാധാരണ മർദ്ദത്തിലാണെങ്കിൽ എന്ത് കടത്തിവിടില്ല, നമ്മുടെ വൈദ്യുതിനെ കടത്തിവിടാനുള്ള കഴിവ് ആർക്കില്ല, നമ്മുടെ വായുവിനില്ല കേട്ടോ. എന്നാൽ വായുവിന് വേറെ പ്രത്യേകത ഉണ്ട്, നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. എന്നാൽ വായു ഘട്ടം ഘട്ടമായി, അങ്ങനെ എന്താ ചെയ്തത്, വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറച്ചപ്പോൾ. അപ്പം എന്താ ചെയ്തത്, ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം നോർമലായിട്ട് തന്നെ വായു സാധാരണ അതിൻ്റെ ഉള്ളിലുള്ള രീതിക്ക് തന്നെ എന്ത് കടത്തിവിട്ടു, വൈദ്യുതിനെ കടത്തിവിട്ടു. അപ്പം എന്ത് കടന്നു പോകുന്നില്ല, വൈദ്യുതി കടന്നു പോകുന്നില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം മെല്ലെ 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 വായുവിനെ നീക്കം ചെയ്തു. മെല്ലെ മെല്ലെ ആരെ നീക്കം ചെയ്തു, വായുവിനെ നീക്കം ചെയ്തു. ഘട്ടം ഘട്ടമായി നീക്കം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ അപ്പം എന്താ ചെയ്തത്, മർദ്ദം എന്ത് ചെയ്തു, വളരെയധികം അദ്ദേഹം കുറച്ചു. ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് കണ്ടു. അപ്പം എന്താ സംഭവിച്ചത്, മർദ്ദം വളരെ കുറച്ചപ്പോൾ ട്യൂബിലൂടെ എന്ത് കടന്നു പോകുന്നതായിട്ട് അദ്ദേഹം കണ്ടു, വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് അദ്ദേഹം കണ്ടു. സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിൽ സിങ്ക് സൾഫൈഡ് പൂശിയ ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറത്തിലുള്ള ഒരു തിളക്കം കണ്ടതായി അനുഭവപ്പെട്ടു. അപ്പം എന്താ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്, സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫേറ്റ് പൂശിയ ഗ്ലാസ് ഭിത്തിയിൽ. അപ്പം എന്താ വെച്ചാൽ ഇവിടെ ഈ ഗ്ലാസ് ഭിത്തിയിൽ സിങ്ക് സൾഫേറ്റ് പൂശിയിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ഈ ഭാഗത്തായിട്ട് എന്ത് പൂശിയിട്ടുണ്ട്, സിങ്ക് സൾഫേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പൂശിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിംഗിൾ സൾഫേറ്റ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറത്തിലുള്ള ഒരു തിളക്കം ഉണ്ടാകുന്നതായിട്ട് കണ്ടു. കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണം. അപ്പോൾ ഏത് രശ്മികളാണ് ഈ തിളക്കത്തിന് കാരണം, നമ്മുടെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളാണ് എന്തിനു കാരണം, ഈ തിളക്കത്തിന് കാരണം. ഈ രശ്മികൾ കാഥോഡ് രശ്മികൾ എന്ന് അറിയപ്പെടുന്നു. ഇതിന് എന്താ അറിയപ്പെടുന്നത്, കാഥോഡ് രശ്മികൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കാഥോഡ് രശ്മികളെ കുറിച്ച് ശാസ്ത്രജ്ഞൻ കൂടുതൽ പരീക്ഷണം നടത്തുകയും അവയുടെ സവിശേഷതകൾ കണ്ടെത്തുകയും എന്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയാലോ, നെക്സ്റ്റ് അദ്ദേഹം എന്തൊക്കെയാണ് കണ്ടെത്തിയെന്ന് നോക്കിയാലോ. കാഥോഡ് രശ്മികളുടെ കണ്ടെത്തൽ. അടുത്ത എന്താണ്, നമ്മുടെ കാഥോഡ് രശ്മികളുടെ കണ്ടെത്തൽ എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ.
മർദ്ദം കുറയുമ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമെന്ന് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ മർദ്ദം കുറച്ചു കഴിഞ്ഞാൽ ഏത് വാതകമായിക്കോട്ടെ വാതകങ്ങൾ കൂടി ആര് കടന്നു പോകും? നമ്മുടെ വൈദ്യുതി കടന്നു പോകും. കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്കിൾ ഫാരഡെ പഠിപ്പിക്കുകയുണ്ടായി. ആരാണ് മൈക്കിൾ ഫാരഡെ? വൈദ്യുതിയുടെ പിതാവാണ് അല്ലെ മൈക്കിൾ ഫാരഡെ എന്നറിയപ്പെടുന്നത്. പക്ഷേ കാര്യക്ഷമമായ നിർവാത പമ്പുകൾ ഇല്ലാതായിരുന്നതും വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബുകൾ ക്രമീകരിക്കുന്ന ബുദ്ധിമുട്ടും പഠനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് പലതരത്തിലുള്ള വായുവിനെ ഇല്ലാതാക്കാൻ പറ്റിയ എന്താ പറയുക ടെക്നിക്സ് ഒക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പഠനങ്ങൾ പകുതി വഴിയിലൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. 1854 ഹെൻറിച്ച് ഗ്ലിസർ ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിച്ചെടുത്തു. മികച്ച ഗീറ്റർ ട്യൂബുകൾ ലഭ്യമായതോടുകൂടി ജൂലിയസ് പ്ലക്കർ അത് ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന് എതിർവശത്തായി ഒരു ദീപ്തി ഉണ്ടാകുകയും കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഈ തിളക്കം സ്ഥാനം മാറ്റാമെന്നും അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള സംവിധാനം ഉണ്ടാകുകയും ഈ കാന്തം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തിളക്കത്തെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മാറ്റാമെന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഹെൻറിച്ച് ഗ്ലിസറിൽ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് നമ്മൾ നോക്കാം. കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകളാണ് കേട്ടോ. ആരുടെ സവിശേഷതകളാണ് നെക്സ്റ്റ് പറയുന്നത്? നമ്മുടെ കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകളാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാ നോക്കിയാലോ? കാഥോഡ് രശ്മികളുടെ പാതയിൽ അധാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു. അപ്പൊ പാതയിൽ എന്തെങ്കിലും അധാര്യ വസ്തുക്കൾ വെച്ചാൽ എന്തുണ്ടാകുന്നു എന്നാ പറയുന്നത്? നിഴൽ ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഈ കാഥോഡ് രശ്മികൾ പോകുന്ന വഴിയിൽ നമ്മൾ എന്തെങ്കിലും അധാര്യമായ വസ്തുക്കൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ നിഴൽ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പുറത്ത് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേടാ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ഒരു വസ്തു കൊണ്ട് വെച്ച് കാഥോഡ് രശ്മികൾ ഇതിലങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു വസ്തു കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബേക്കിലായിട്ട് എന്തുണ്ടായിട്ടുണ്ട്? ഒരു നിഴൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പം എന്താണ് ഈ കാഥോഡ് രശ്മികൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലായി? നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഏത് രേഖയിലാണ്? നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേടാ, കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങുന്നു. അപ്പൊ എന്താടാ ഇവിടെ നോക്കിക്കേ, കാഥോഡ് രശ്മി പോകുന്ന പാതയിൽ എന്ത് വെച്ചിട്ടുണ്ട്? നേർത്ത ഇതളുകളുള്ള ഒരു ചക്രം വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ചക്രം എന്ത് സംഭവിക്കുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ഈ ചക്രം എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ഇതിൽ നിന്ന് കാഥോഡ് രശ്മികളുടെ കണങ്ങൾക്ക് എന്തുണ്ടെന്ന് കണ്ടെത്തിയടാ? മാസ് ഉണ്ടെന്ന് കണ്ടെത്തി. എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ കാഥോഡ് രശ്മി എങ്ങനെയാ പോകുന്നത്? നേർരേഖയിലാണ് പോകുന്നത്. അതേപോലെ നെക്സ്റ്റ് അടുത്ത് എന്താണ്? കാഥോഡ് രശ്മികൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട്. എന്തുണ്ട്? മാസ് ഉണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണേ. നെക്സ്റ്റ് അടുത്ത പോയിന്റ് നോക്കിയാലോ. അടുത്ത പോയിന്റ് എന്താണ്? കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നതായിട്ട് കണ്ടു. ഏത് ഭാഗത്തേക്ക് ആകർഷിക്കുന്നതായിട്ട് കണ്ടു? പോസിറ്റീവ് ഭാഗത്തേക്ക്. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾ നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പം എന്താണെന്ന് വെച്ചാൽ കാഥോഡ് രശ്മികൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അഗ്രത്ത് പോസിറ്റീവും നെഗറ്റീവും വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? ഇത് നോക്കടാ, കാഥോഡ് രശ്മികൾ ഇതല്ല ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് അട്രാക്ട് ചെയ്തത്? പോസിറ്റീവ് ഭാഗത്തേക്കാണ് അട്രാക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ കാഥോഡ് രശ്മി ഏത് ചാർജാണെന്ന് നമുക്ക് പറയാം? നെഗറ്റീവ് ചാർജ് ആണെന്ന് പറയാം അല്ലേ? പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ ആരെ അട്രാക്ട് ചെയ്യുക? പോസിറ്റീവിനാണ് അട്രാക്ട് ചെയ്യുക അല്ലേ? അപ്പം നമ്മുടെ കാഥോഡ് രശ്മി എങ്ങോട്ടാണ് അട്രാക്ട് ചെയ്ത് പോയത്? പോസിറ്റീവ് ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഏത് ചാർജ് ഉണ്ട് എന്ന് പറയാം? കാഥോഡ് രശ്മിയുടെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കാന്തിക മണ്ഡലത്തിലും അവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കാന്തിക മണ്ഡലം ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തും ഈ കാഥോഡ് രശ്മിയുടെ പാത നേർരേഖയിലാണെങ്കിൽ ആ ഒരു പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. അടുത്ത് എന്താ പറയുന്നത്, ട്യൂബിനുള്ളിലെ വാതകത്തിൻ്റെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ട്യൂബ് എടുത്ത് ഈ ട്യൂബിനുള്ളിൽ ഏതെങ്കിലും വാതകമാണ് അല്ലെങ്കിൽ വാതകങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാലും ഈ ഒരു കാഥോഡ് റേയുടെ ഈ സ്വഭാവം എന്ത് ചെയ്യുന്നില്ല, കാഥോഡ് രശ്മിയുടെ ഈ സ്വഭാവം മാറുന്നില്ല. അതായത് കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ കണികകളാണ് ഇലക്ട്രോണുകൾ. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് കേട്ടോ. എടാ അപ്പോൾ ഇത് പഠിക്കണേ. ഏതാണ്? കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ കണികകളാണ് ഏതെന്നറിയപ്പെടുന്നത്, ഇലക്ട്രോണുകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അപ്പോൾ ആരാ കണ്ടെത്തിയത്? നമ്മുടെ ഇലക്ട്രോണുകളുടെ ചാർജും അതേപോലെ മാസും കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ് കേട്ടോ. കാഥോഡ് രശ്മികളെ കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തിനേക്കാൾ ചെറിയ കണികകൾ ഉണ്ടെന്ന് തെളിഞ്ഞു. അപ്പോൾ ആറ്റത്തിനേക്കാൾ ചെറിയ കണിക ആരാണ്? കണികയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്താടാ, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് 1906 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഒരു നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. അടുത്തത് നമ്മുടെ ഇലക്ട്രോണിൻ്റെ മാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൂടെ ഇലക്ട്രോണിൻ്റെ മാസ് മാത്രം അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് മാസിൻ്റെ അനുപാതം കൊടുത്തിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. 9.1 × 10⁻31 kg ആണ് എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് മുതൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.